എബിയുടെ മൊബൈൽ സ്വിച്ച് ഓഫ് ആണെന്ന് അറിഞ്ഞിട്ടും ഞാൻ പിന്നെയും വിളിച്ചുകൊണ്ടിരുന്നു. എബിയുടെ ഫ്രണ്ടിന്റെ നമ്പർ ഒന്നും അറിയില്ലല്ലോ എന്ന് നിരാശയോടെ ഞാൻ ഓർത്തു. എബി പറഞ്ഞതുപോലെ ഞാൻ എങ്ങോട്ട് വേണമെങ്കിലും പോവാം. അതിനു മുമ്പ് എബിയെ ഒന്ന് കണ്ടാ മതിയെന്ന് കണ്ണീരോടെ പ്രാർത്ഥിച്ചു. പലതവണ പാർക്കിങ്ങിൽ പോയി. എബി തിരിച്ചു വന്നിട്ട് റൂമിൽ വരാതെ ഇരിക്കുവാണോ എന്നറിയാൻ. ഈ രാത്രി എവിടെ പോയി തിരയെന്നോർത്ത് ശരീരം തളരുന്നത് പോലെ തോന്നി. സമയം നോക്കുന്തോറും പേടി കൂടിക്കൂടി വന്നു. ബെല്ലടിക്കുന്നത് കേട്ടപ്പോ ഓടിച്ചെന്നാണ് വാതിൽ തുറന്നത്. എബി മുമ്പിൽ നിൽക്കുന്നത് കണ്ടപ്പോ സന്തോഷം കൊണ്ട് കരഞ്ഞു പോയിരുന്നു. ചെന്ന് കെട്ടിപ്പിടിച്ച് ഞാൻ ചോദിച്ചു, എബി എവിടെയായിരുന്നു? എത്ര നേരായി പോയിട്ട്? ഒന്ന് ഫോൺ വിളിച്ചൂടായിരുന്നോ? എന്നെ മാറ്റി നിർത്തിക്കൊണ്ട് എബി പറഞ്ഞു, ഇവിടുന്ന് പോവാൻ നിൽക്കുന്നവർക്ക് ഞാൻ എവിടെ പോയാലെന്താ? എനിക്ക് ഒന്നും പറയാൻ തോന്നിയില്ല. നേരെ റൂമിൽ പോയി കിടന്നു. എബി പുറകെ വന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ റെഡിയാവണം, ഞാൻ കൊണ്ടുപോയിട്ടാക്കാം. ഞാനത് കേട്ടതായി ഭാവിച്ചില്ല. കുറച്ചു കഴിഞ്ഞ് ലൈറ്റ് ഓഫാക്കിയത് കണ്ടു നോക്കിയപ്പോ എബി ഹാളിൽ പോയി കിടക്കുന്നത് കണ്ടു. എനിക്ക് എബിയെ നഷ്ടമാവുകയാണോ? എബി എന്താ പെട്ടെന്ന് മാറിയത്? ആന്റി പറഞ്ഞതുപോലെ എബിയും ഞാൻ ഭ്രാന്തി പെണ്ണാണെന്ന് വിശ്വസിച്ചു തുടങ്ങിയോ? അല്ലെങ്കിൽ എന്നോട് ഇത്ര ദേഷ്യം കാണിക്കുന്നത് എന്തിനാ? അറിയാതെ വിഷമം കൊണ്ട് ചോദിച്ചു പോയതല്ലേ എന്നൊക്കെ മനസ്സിൽ ചോദിച്ചുകൊണ്ടിരുന്നു ഞാൻ. ഉറക്കത്തിൽ എബി എന്റെ അടുത്ത് വന്നിരിക്കുന്നതും കവിളിൽ ചുംബിക്കുന്നതും സ്വപ്നത്തിൽ എപ്പോഴോ ഞാൻ കണ്ടു. എബി വിളിക്കുന്നത് കേട്ടപ്പോഴാണ് കണ്ണു തുറന്നത്. എന്നിട്ട് റെഡിയാവ്, പോകാം. എന്റെ മുഖഭാവം കണ്ടിട്ടാവും രാവിലെ പോവാന്ന് ഞാൻ പറഞ്ഞതല്ലേ എന്ന് പറഞ്ഞ് എന്തൊക്കെയോ എടുത്തു വെക്കാൻ തുടങ്ങി. എനിക്ക് എഴുന്നേൽക്കാൻ പറ്റുന്നില്ലാത്ത പോലെ തോന്നി. എബി സീരിയസ് ആയിട്ട് പറഞ്ഞതാണെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. എബി എന്നെ പറഞ്ഞു വിടാൻ തന്നെ തീരുമാനിച്ചോ? എബി എന്റെ മുഖത്ത് നോക്കാതെ തന്നെ പറഞ്ഞു, ഇനി ഇതിനെക്കുറിച്ച് ഒരു സംസാരം വേണ്ട, ഇറങ്ങാൻ നോക്ക്. ഞാൻ പിന്നെയും കട്ടിലിരുന്നു. തലേ ദിവസം ഉടുത്ത സാരി അലങ്കോലമായി ദേഹത്ത് തന്നെ ഉണ്ടായിരുന്നു. കണ്ണാടിയിൽ എന്റെ പ്രതിബിംബം കണ്ടപ്പോ കോമാളി പോലെ തോന്നി എനിക്ക്. എബി പിന്നെയും വന്ന് വിളിച്ചു. ഞാൻ അനങ്ങാതിരിക്കുന്നത് കണ്ടിട്ടാവണം കയ്യിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ച് വാഷ്റൂമിൽ കയറ്റി. ഒരു ജീൻസും ടോപ്പും കയ്യിലേക്ക് തന്നിട്ട് പറഞ്ഞു, ഇനി ഇതിൻ്റെ ഉള്ളിൽ തള്ളി സ്വപ്നം കാണാൻ നിൽക്കണ്ട, പെട്ടെന്ന് റെഡിയാവ്. ഷവറിന് താഴെ നിൽക്കുമ്പോ ഇനി എന്ത് എന്ന ചോദ്യമായിരുന്നു മനസ്സിൽ. എബി ഇല്ലാതെ ഒരു നിമിഷം പോലും ജീവിക്കാൻ പറ്റാത്തത്ര ഞാൻ എബിയെ സ്നേഹിച്ചു പോയിരിക്കുന്നു. ഹാൻഡ് ബാഗ് മാത്രം എടുത്ത് എബിയുടെ അടുത്തേക്ക് ചെന്നു. മൊബൈൽ നോക്കിയിരിക്കുന്നതല്ലാതെ എന്നെ നോക്കിയതേയില്ല. ഞാൻ എബി എന്ന് വിളിച്ചപ്പോ ചെറിയ ട്രോളി ബാഗ് എടുത്തുകൊണ്ട് പറഞ്ഞു, വാ പോകാം. ഫ്ലാറ്റ് പൂട്ടിയിറങ്ങുമ്പോ ഒന്നുകൂടി തിരിഞ്ഞു നോക്കി. ഇനിയൊരിക്കലും എബിയുടെ കൂടെ ഇവിടെ വരില്ല എന്ന ചോദ്യം മനസ്സിൽ അലയടിച്ചുകൊണ്ടിരുന്നു. വണ്ടി എടുക്കാതെ ടാക്സി വിളിച്ചപ്പോൾ ഞാൻ ചോദിച്ചു, എന്റെ എബി വണ്ടി എടുക്കാത്തെ? എബി എന്നെ നോക്കിയതേയില്ല. ആ മൗനം എന്റെ നെഞ്ചിൽ കുത്തിയിറങ്ങുന്നുണ്ടായിരുന്നു. കുറെ ദൂരം പോയി കഴിഞ്ഞപ്പോ മാഗിയുടെ റൂമിലോട്ടല്ല പോകുന്നത് എന്നെനിക്ക് മനസ്സിലായി. എബി നമ്മൾ എവിടെയാ പോകുന്നേ? നാട്ടിൽ തന്നെ, മമ്മയുടെ അടുത്ത് വിടാൻ. വേണ്ട എബി, നമ്മളുള്ള പ്രശ്നം അമ്മ അറിയരുത്. അതൊക്കെ അവിടെ ചെല്ലുമ്പോ തീരുമാനിക്കാം എന്ന് പറഞ്ഞിട്ട് എത്ര പറഞ്ഞിട്ടും എബി കേൾക്കുന്നുണ്ടായിരുന്നില്ല. ഞാൻ പതിയെ കണ്ണുകൾ അടച്ചിരുന്നു. എല്ലാം കൈവിട്ട് പോവാണെന്ന് തോന്നി. എയർപോർട്ടിൽ ചെന്നിറങ്ങി എബിയുടെ പുറകെ പാവപ്പോലെ നടക്കുമ്പോ ഞാൻ എങ്ങും നോക്കിയതേയില്ല. എബിയാണ് എന്റെ പാസ്പോർട്ടും ടിക്കറ്റും എല്ലാം കാണിച്ചത്. വെയിറ്റിംഗ് ഏരിയയിലിരിക്കുമ്പോ ഞാൻ കണ്ണടച്ച് എന്റെ ചുറ്റും ഇരുട്ടാക്കി. ചുറ്റും നടക്കുന്നത് ഒന്നും അറിയുന്നുണ്ടായിരുന്നില്ല. ജോലി എണീക്ക്, സമയം കുറേയായി എന്ന് പറഞ്ഞ് എബി തട്ടി വിളിച്ചപ്പോഴാ ഞാൻ കണ്ണു തുറന്നത്. ഫ്ലൈറ്റിൽ കയറി വിൻഡോ സീറ്റിലിരുന്നതും ഞാൻ ചാരിക്കിടന്നു. എല്ലാം മറന്നുറങ്ങാൻ തോന്നി എനിക്ക്.
രാത്രിയിൽ ഉറങ്ങാത്തതിന്റെ ക്ഷീണത്താൽ എന്റെ കണ്ണുകൾ അടഞ്ഞു പോയിരുന്നു. എബി നോക്കിയപ്പോ പൂച്ചക്കുട്ടിയെ പോലെ സീറ്റിൽ ചുരുണ്ടു കൂടിക്കിടന്ന് ജൂലി ഉറങ്ങിയിരുന്നു. അവളെ വിഷമിപ്പിച്ചതിന് അവൻ മനസ്സിൽ 1000 തവണ സോറി പറഞ്ഞു കഴിഞ്ഞിരുന്നു. അവളെ ചേർത്ത് പിടിച്ചിരിക്കുമ്പോൾ കഴിഞ്ഞുപോയ മണിക്കൂറുകൾ എബി ഓർത്തെടുത്തു. പിറന്നാൾ ദിവസം രാവിലെ എണീറ്റപ്പോ വലിയ പ്രത്യേകതകളൊന്നും ഉണ്ടായില്ല. പപ്പയും അമ്മയും ജോക്കുട്ടനും വിഷ് ചെയ്തു. ജോലിക്ക് അറിയില്ലായിരിക്കും എന്നാണ് വിചാരിച്ചത്. അവൾ വിഷ് ചെയ്യാതിരുന്നപ്പോ അത് ഉറപ്പായി അറിയില്ല എന്ന്. എന്നാലും പെണ്ണ് രാവിലെ എന്നെ ചേർത്ത് പിടിച്ച് ആദ്യമായി നെഞ്ചിൽ ഉമ്മ വെച്ചു. അതും മാത്രം മതിയായിരുന്നു ആ ദിവസം മനോഹരമാവാൻ. അവളുടെ ചലനങ്ങളിൽ നിന്നും അവളുടെ കണ്ണുകളിലെ പിടപ്പിൽ നിന്നും എന്നെ മാത്രം പ്രണയിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി തുടങ്ങിയിരുന്നു. പെട്ടെന്ന് അരുൺ വിളിച്ചു എന്ന് പറഞ്ഞ് തനിയെ പുറത്തു പോയത് പെണ്ണിന് ഒരു സർപ്രൈസ് എടുക്കാനായിരുന്നു. എല്ലാം റെഡിയായി തിരിച്ചു വന്നപ്പോൾ അവളെനിക്ക് നൽകിയത് അതിലും വലിയൊരു സർപ്രൈസ് ആയിരുന്നു. അവളെ എനിക്ക് പ്രിയപ്പെട്ട സാരിയിൽ കണ്ടപ്പോ, അവളെന്നെ ബിച്ചായെന്ന് വിളിച്ചപ്പോ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടിരുന്നു. അവളുടെ ആദരങ്ങൾ നുകർന്നപ്പോ, അവളുടെ ആലിലവയർ സ്പർശിച്ചപ്പോ അവളെ സ്വന്തമാക്കാൻ കൊതിച്ചു പോയി ഞാൻ. ആന്റി വന്ന് ബെല്ലടിച്ചപ്പോ ശരിക്കും എനിക്ക് മനോഹരമായ നിമിഷങ്ങൾ നഷ്ടമായതിന്റെ വിഷമായിരുന്നു. ആന്റിയുടെ ഓരോ വാക്കുകളും ജൂലിയെ പോലെ എനിക്കും നെഞ്ചിൽ തറച്ചിരുന്നു. അവളുടെ ആ നിൽപ്പ് കണ്ടപ്പോ എങ്ങനെയെങ്കിലും ആന്റി പറഞ്ഞു വിട്ടാൽ മതിയെന്നേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ എന്തെങ്കിലും പറഞ്ഞ ആന്റി കൂടുതൽ വിഷമിപ്പിക്കുന്ന വാക്കുകൾ വിളിച്ചു പറയും എന്നറിയാവുന്നത് കൊണ്ടാ അവൾ മുറിയിൽ കയറി പോവാൻ വെയിറ്റ് ചെയ്തത്. അവൾ പോയതിനു ശേഷം ആന്റീനെ ഒരിക്കലും അവളെ വിഷമിപ്പിക്കാതിരിക്കാൻ ആന്റിയോട് നന്നായി ദേഷ്യപ്പെട്ടു. ഇനിയൊരു വാക്ക് അവളെ കുറിച്ച് പറഞ്ഞ ആന്റിയുമായിട്ടുള്ള റിലേഷൻ എന്നേക്കുമായി അവസാനിപ്പിക്കുമെന്ന് പറഞ്ഞപ്പോ ആന്റി ഇറങ്ങിപ്പോയിരുന്നു. അപ്പോ തിരിച്ച് റൂമിൽ ചെന്നപ്പോ അവളെ ചേർത്ത് നിർത്തി ആശ്വസിപ്പിക്കണമെന്നുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവൾ വഴക്കിട്ടപ്പോ ഞാനും മനഃപൂർവ്വം വഴക്കിട്ടു. അവളുടെ കണ്ണീർ എന്റെ ഹൃദയത്തിൽ പതിക്കുന്നതറിഞ്ഞിട്ടും അത് മുഖത്ത് കാണിച്ചില്ല ഞാൻ. അവിടെ നിന്നാ എനിക്ക് അവളുടെ കണ്ണീർ കാണാതിരിക്കാനാവില്ല എന്നറിയാവുന്നത് കൊണ്ടാ പുറത്തു പോയത്. പക്ഷേ ഇടയ്ക്ക് വെച്ച് വണ്ടി ഒന്ന് ചെറുതായി തട്ടി. പിന്നെ പോലീസ് വന്ന് റിപ്പോർട്ട് തരുന്ന സമയമെടുത്തു. പോലീസ് അടുത്ത് നിന്നപ്പോഴാ അവളെ വിളിച്ചത്. എല്ലാം കഴിഞ്ഞ് തിരിച്ചു വിളിക്കാൻ നോക്കിയപ്പോഴേക്കും മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരുന്നു. വണ്ടിയിൽ ചാർജറും കണ്ടില്ല. ജോലി പേടിക്കും എന്നറിയാവുന്നത് കൊണ്ട് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോയി. വാതിൽ തുറന്ന് അവളുടെ കോലം കണ്ടപ്പോ സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എനിക്ക്. പക്ഷെ പിന്നെയും എനിക്ക് മുഖം കറുപ്പിച്ച് പലതും പറയേണ്ടി വന്നു. രാത്രി അടുത്തു വന്ന് ചേർത്ത് പിടിച്ചപ്പോ ഞാൻ 1000 വട്ടം അവളോട് മാപ്പ് പറഞ്ഞിരുന്നു. രാവിലെ മുഖത്ത് നോക്കാതെയാണ് റെഡിയായത്. പെണ്ണിന്റെ കണ്ണുകൾ എനിക്ക് നേരിടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അവളുടെ നെറ്റിയിൽ ചുംബിച്ച് എബി അവളെ കൂടുതൽ ചേർത്ത് പിടിച്ചു. ഉറക്കത്തിൽ ജൂലി അവനോട് കൂടുതൽ പറ്റിച്ചേർന്നിരുന്നു. ലാൻഡിംഗ് സമയത്ത് ഞെട്ടി കണ്ണു തുറന്ന് നോക്കിയപ്പോ പുറത്ത് കണ്ട കാഴ്ചകൾ വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല.